ഇന്ന് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ഒരു ചോപ്പി വോൾട്ടൈൽ സെഷൻ ആയിരുന്നു. ഇന്നലെ കണ്ട ഒരു ഹിസ്റ്റോറിക് റാലിക്ക് ശേഷം മാർക്കറ്റ് ഇന്ന് ഒരു കൺസോൾട്ടേഷൻ മോഡിലായിരുന്നു. ക്ലോസിംഗ് നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 ക്ലോസ് ചെയ്തത് 25,776, സെൻസെക്സ് 83,817, ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത് 60,238. മാർക്കറ്റ് ഫ്ലാറ്റ് പോസിറ്റീവ് സോണിൽ തന്നെയാണ് ക്ലോസ് ചെയ്തെങ്കിലും ഒരു സ്ട്രോങ് ഫോളോ അപ്പ് റാലി ഇന്ന് കാണാൻ സാധിച്ചില്ല. മാർക്കറ്റ് മൂഡ് എന്തുകൊണ്ടാണ് ലോ ആയിട്ട് നിൽക്കുന്നത് എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇൻവെസ്റ്റേഴ്സിന്റെ സെന്റിമെന്റ് ഇപ്പോഴും പോസിറ്റീവ് തന്നെയാണ്. കാരണം ഇന്ത്യ US ട്രേഡ് ഡീല് വലിയ ഒരു പ്രതീക്ഷയായിട്ട് മുമ്പിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ താരിഫ് 50% നിന്ന് 80% കുറച്ചത് ഒരു വലിയ ഒരു പോസിറ്റീവ് ആയിട്ടാണ് എല്ലാവരും കാണുന്നത്. മോർണിംഗ് സെഷനിൽ തന്നെ ഓട്ടോ, ഓയിൽ, ഗ്യാസ്, പവർ സ്റ്റോക്ക് സ്ട്രോങ് ഓപ്പണിംഗ് കാണാൻ കഴിഞ്ഞു. ഈ സെക്ടറിൽ ഹെവി സെല്ലിംഗ് മാർക്കറ്റിനെ താഴേക്ക് പുള്ളി ചെയ്തു. ഇന്നത്തെ ബിഗ് ട്രാഗ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ IT സ്റ്റോക്കുകൾ തന്നെയാണ്. ഇന്ന് മാർക്കറ്റിന്റെ ബിഗസ്റ്റ് നെഗറ്റീവ് IT സെക്ടർ ആയിരുന്നു. നിഫ്റ്റി IT ഇൻഡെക്സ് ഏതാണ്ട് 6% മുകളിൽ ക്രാഷ് ചെയ്തതാണ് ഒരു വലിയ പ്രോബ്ലം ആയിട്ട് കണ്ടത്. മെയ് 2022 ശേഷം ബിഗസ്റ്റ് സിംഗിൾ ഡേ ഫാള് ഗ്ലോബൽ ടെക് സ്റ്റോക്സിൽ സെൽ ഓഫ് വന്നതിന്റെ ഒരു ഇമ്പാക്ട് ഡയറക്റ്റ് ആയിട്ട് IT സ്റ്റോക്കുകളിലേക്കും എത്തി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മേജർ IT സ്റ്റോക്കുകളായിട്ടുള്ള ഇൻഫോസിസ്, TCS, ടെക് മഹീന്ദ്ര എല്ലാം തന്നെ ഷാർപ്പ് കറക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് കൂടി പറയാനുണ്ട്. ടോപ്പ് 3 ഇൻഡിവിജ്വൽ സ്റ്റോക്ക് ന്യൂസ് നോക്കുകയാണെങ്കിൽ HAL ഇന്ന് ഏതാണ്ട് 8% വരെ ക്രാഷ് ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യ US സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് പ്രൊജക്റ്റിൽ നിന്ന് HAL എക്സിറ്റ് ചെയ്തതായിട്ട് റിപ്പോർട്ട്സ് വന്നതിന്റെ പുറകെയാണ് ഈ ഒരു വലിയ ഫാൾ ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഡിഫൻസ് സെക്ടറിൽ ഇൻവെസ്റ്റേഴ്സിന് ഇതൊരു നെഗറ്റീവ് സർപ്രൈസ് ആയിട്ട് മാർക്കറ്റിൽ ഇമ്പാക്ട് ചെയ്തു. അതുപോലെ തന്നെ ബജാജ് ഫിനാൻസ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നതാണ് കാണാൻ കഴിഞ്ഞത്. റവന്യൂ ഗ്രോത്ത് ഏതാണ്ട് 24% പോസിറ്റീവായിട്ടുണ്ട്, പക്ഷേ പ്രോഫിറ്റ് ഗ്രോത്ത് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. അതുപോലെ തന്നെ IT മേജർ സെൽ ഓഫ് ഇൻഫോസിസ്, TCS, ടെക് മഹീന്ദ്ര ഇതൊരു സ്റ്റോക്ക് ന്യൂസ് അല്ല, മൊത്തത്തിൽ എൻറ്റയർ സെക്ടറിന്റെ ഒരു ന്യൂസ് തന്നെയാണ്. ഗ്ലോബൽ ടെക് വീക്ക്നെസ് ആണ് ഒരു പ്രധാന കാരണമായിട്ടുള്ളത്. ഇന്ത്യൻ IT സ്റ്റോക്സിൽ ഒരു പാനിക് സെല്ലിംഗ് കാണാൻ കഴിഞ്ഞു. ഷോർട്ട് ടേം ട്രേഡ് എക്സിറ്റ് ചെയ്തത് ഒരു വലിയ കാരണമായിട്ട് കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് കോഷൻ മോഡിലേക്ക് മാറിയതും ഒരു കാരണമായിട്ട് കാണാൻ കഴിഞ്ഞു. ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ എറ്റേണൽ, ONGC, NTPC, അദാനി പോർട്ടൊക്കെ നല്ല ഒരു മൂവ്മെന്റ് കാണിച്ചു. അതേസമയം ടോപ്പ് ലൂസേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ്, TCS, HCL ടെക്, ടെക് മഹീന്ദ്ര ഇവയൊക്കെ ടോപ്പ് ലൂസേഴ്സ് ലിസ്റ്റിൽ വരുന്നു. ഒരു ക്ലോസിംഗ് തോട്ട്സ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ട്രെൻഡ് ഇപ്പോഴും പോസിറ്റീവ് ബയാസിൽ തന്നെയാണ് ഉള്ളത്. ട്രേഡ് ഡീൽ ന്യൂസ് മീഡിയം ടൈമിൽ സപ്പോർട്ടീവ് ആയിട്ട് തന്നെ കാണേണ്ടതുണ്ട്. നാളത്തെ ഫോക്കസ് പോയിന്റുകൾ IT സ്റ്റോക്ക് സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ടോ, ഗ്ലോബൽ ടെക് യൂസിനെ പറ്റി കൂടി നമ്മൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി 60,000 സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ നാളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാളത്തെ സ്റ്റോക്ക് ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ബൈ.